നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എയിംസ് അവിടെ മറ്റേ മോനെ. CPMന്റെ സൈബർ ഗ്രൂപ്പുകളിൽ സുരേഷ് ഗോപിക്കും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനും നേരെ ചോദ്യവും ട്രോളും. എയിംസ് കൊണ്ടുവരും, ഇത് ഒറ്റത്തന്തയ്ക്ക് പിറന്നവന്റെ വാക്കാണെന്ന് എല്ലാ വേദിയിലും കയറിയിറങ്ങി പഞ്ച് ഡയലോഗ് അടിച്ചത് സുരേഷ് ഗോപി ആയിരുന്നു. വാചകമടിക്കാൻ അങ്ങേരെ കഴിഞ്ഞ ആളുള്ളൂവെന്ന് സുരേഷ് ഗോപിയെ പരിഹസിച്ച് മന്ത്രി ഗണേഷ് കുമാർ ഒരു വേദിയിൽ പറഞ്ഞിരുന്നു. ഇതിനു മറുപടി പറഞ്ഞ് മറ്റൊരു വേദിയിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് ഗണേഷിനെതിരെ സുരേഷ് ഗോപി ഡയലോഗ് അടിച്ചു. അങ്ങനെ എയിംസ് വിഷയത്തിൽ പൊരിഞ്ഞ അടിയായിരുന്നു BJPയും CPMും തമ്മിൽ. ഇപ്പോൾ കേന്ദ്ര ബജറ്റിൽ എയിംസ് ഒഴിവാക്കപ്പെട്ടതോടെ സുരേഷ് ഗോപിയുടെ അതേ ഡയലോഗിലാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറയുന്നത്. അതിവേഗ റെയിലും എയിംസും കേരളം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര ബജറ്റിൽ തഴയപ്പെട്ടത് കേരളത്തിലെ BJPക്കാർക്ക് വൻ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ തലയിൽ മുണ്ടിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബജറ്റ് കാണാൻ മാരാർജി ഭവനിൽ നേതാക്കൾ എല്ലാവരും കസേരയിട്ടിരിക്കുന്ന ദൃശ്യം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. സാധാരണ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇരിപ്പ്. കേന്ദ്രത്തിൽ നിന്ന് കൊട്ടക്കണക്കിന് കിട്ടും, കൊണ്ടുവരുമെന്ന് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. കിട്ടിയതോ ആമ വളർത്തലിന് ഫണ്ടും കൊട്ടത്തേങ്ങയും. കേന്ദ്ര ബജറ്റ് കേരളത്തിലെ BJPയെ അടിക്കാൻ വജ്രായുധമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ CPM. അതായത് കേരളത്തിലെ BJPക്കാർക്ക് വോട്ട് ചെയ്താലും കേന്ദ്രത്തിൽ നിന്ന് കൊട്ടത്തേങ്ങയാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് CPMന്റെ ട്രോളുകൾ. 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട്, എന്നിട്ടും എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. ഇന്നലെ മുതൽ CPM സൈബർ ഗ്രൂപ്പുകൾ കത്തിച്ചു വിടുന്നത് എയിംസ് എവിടെ മറ്റേ മക്കളെ എന്നാണ്. കേരളത്തിൽ ഒരു കോർപ്പറേഷൻ തന്നെ പിടിച്ച് കയ്യിൽ കൊടുത്തിട്ടും ഒരു നാരങ്ങാ മിഠായിയെങ്കിലും VV രാജേഷിന് കൊടുക്കാമായിരുന്നുവെന്ന് തിരുവനന്തപുരത്തെ CPMകാരുടെയും ട്രോള്. രാജീവിനും കൂട്ടർക്കും പൊട്ടിച്ച് ആദ്യം കളത്തിൽ വന്നത് പിണറായി വിജയനായിരുന്നു. മുഖ്യമന്ത്രി പങ്കുവച്ച പോസ്റ്റിൽ നല്ല കുത്താണ് രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ ആ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. കേന്ദ്രം കേരളത്തോട് തുടരുന്ന കടുത്ത വിവേചനവും അവഗണനയും വെളിവാക്കുന്ന രേഖയാണ് ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ്. ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളവുമുണ്ട് എന്ന വസ്തുത കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബോധപൂർവം വിസ്മരിക്കുകയാണ്. സംസ്ഥാനം ദീർഘകാലമായി ആവശ്യപ്പെടുന്ന എയിംസ്, അതിവേഗ റെയിൽവേ ഇടനാഴി, വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായുള്ള പ്രത്യേക പാക്കേജ് എന്നിവയെല്ലാം പൂർണ്ണമായും തഴയപ്പെട്ടു. ഫിനാൻസ് കമ്മീഷൻ വിഹിതം ഉയർത്തണമെന്ന ആവശ്യം നിരാകരിക്കുകയും 41% വിഹിതമെന്ന നിലവിലെ സ്ഥിതി തുടരാൻ തീരുമാനിക്കുകയും ചെയ്തത് ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണ്. ഈ അവഗണനയ്ക്ക് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയേണ്ടതുണ്ട്. പൂർണ്ണമായും നവലിബറൽ സാമ്പത്തിക യുക്തിയെ പുൽകുന്ന ഈ ബജറ്റ് കോർപ്പറേറ്റുകളെ കൊഴുപ്പിക്കാനും സാധാരണക്കാരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനുമുള്ള നയരേഖയാണ്. കേന്ദ്രവിഹിതമായ ഡിവിസിബിൾ പൂളിൽ നിന്നും കേരളത്തിന് അർഹമായത് നൽകുന്നില്ല എന്ന് മാത്രമല്ല, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റുകൾ തുടരേണ്ടതില്ല എന്ന തീരുമാനം വഴി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാനാണ് കേന്ദ്ര ശ്രമം. ഗ്രാന്റുകളുടെ കാര്യത്തിൽ മൊത്തത്തിൽ വലിയ വെട്ടിക്കുറവാണ് വരുത്തിയിരിക്കുന്നത്. 2021 2.2 ലക്ഷം കോടി രൂപയായിരുന്ന ഗ്രാന്റ് ഇപ്പോൾ 1.4 ലക്ഷം കോടി രൂപയായി കുറഞ്ഞു. ജനസംഖ്യാ നിയന്ത്രണത്തിലും ആഭ്യന്തര വരുമാന വളർച്ചയിലും കേരളം കൈവരിച്ച നേട്ടങ്ങളെ മുൻനിർത്തി നികുതി വിഹിതത്തിൽ വന്ന ചെറിയ വർധനവ് സംസ്ഥാനത്തിന്റെ അർഹതപ്പെട്ട അവകാശം മാത്രമാണ്. എന്നാൽ ഗ്രാന്റുകൾ നിഷേധിക്കുന്നതിലൂടെ കേന്ദ്രത്തിൽ നിന്നുള്ള മൊത്തം വിഹിതത്തിൽ തത്വത്തിൽ വർധന ഉണ്ടാകുന്നില്ല എന്നത് ഗൗരവതരമാണ്. കേരളത്തിന്റെ ധാതു സമ്പത്ത് കൈക്കലാക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം അത്യന്തം അപകടകരമാണ്. എന്നാൽ കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം സ്വകാര്യ കുത്തകകൾക്ക് ഖനനത്തിന് വഴിയൊരുക്കുന്ന നയമാണ്. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കർശന വ്യവസ്ഥകൾ പോലും റദ്ദാക്കിക്കൊണ്ട് പാരിസ്ഥിതിക അനുമതി നൽകുന്നത് വേഗത്തിലാക്കി സ്വകാര്യ മേഖലയെ സഹായിക്കാനാണ് കേന്ദ്ര നീക്കം. വിഴിഞ്ഞം, ചവറ, കൊച്ചി എന്നിവയെ ബന്ധിപ്പിച്ച് പൊതുമേഖലയിൽ ഒരു ധാതു ഇടനാഴി സ്ഥാപിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ പ്രഖ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമായി സ്വകാര്യ കുത്തകകൾക്ക് ധാതു സമ്പത്ത് വിട്ടുകൊടുക്കുന്ന കേന്ദ്ര നീക്കം അപകടകരമാണ്. റെയിൽവേ കോച്ച് ഫാക്ടറി അടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകി കോൺഗ്രസ് സർക്കാരും BJP സർക്കാരും ഒരുപോലെ കേരളത്തെ കബളിപ്പിക്കുകയാണെന്ന് ഈ ബജറ്റും സാക്ഷ്യപ്പെടുത്തുന്നു. വിലക്കയറ്റവും പണപ്പെരുപ്പവും രൂക്ഷമായി തുടരുമ്പോഴും ഭക്ഷ്യ, ആരോഗ്യ, വളം സബ്സിഡികളിൽ വരുത്തിയ കുറവ്
ജനജീവിതത്തെ പാപ്പരീകരിക്കും. തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതത്തിൽ 10,000 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് വരുത്തുന്നത്. ഇത് ഗ്രാമീണ തൊഴിൽ മേഖലയെ തകർക്കും. കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കാനോ കേരളത്തെ തകർക്കുന്ന ഇറക്കുമതി നിയന്ത്രിക്കാനോ കേന്ദ്രം തയ്യാറായിട്ടില്ല. FACT, കൊച്ചിൻ റിഫൈനറി തുടങ്ങിയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെ അവഗണിച്ച ബജറ്റ് ടൂറിസം, വിദ്യാഭ്യാസ, വ്യവസായ മേഖലകളെയും പൂർണ്ണമായി നിരാശപ്പെടുത്തി. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത താരിഫ് വർധന ആഗോളതലത്തിൽ തന്നെ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത്തരം താരിഫ് യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ നേരിടാനോ രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയെ സംരക്ഷിക്കാനോ ഉള്ള യാതൊരു നിർദ്ദേശവും ഈ ബജറ്റിലില്ല. പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ നടപടികൾ മുന്നോട്ട് വയ്ക്കാത്ത ഈ ബജറ്റ് കേരളത്തിന്റെ വികസന മുന്നേറ്റത്തെ തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ്. പരമ്പരാഗത വ്യവസായങ്ങൾ മുതൽ IT, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ വരെ അവഗണിച്ച ബജറ്റിൽ പ്രവാസി പുനരധിവാസത്തിനായോ ക്ഷേമത്തിനായോ യാതൊരു പദ്ധതിയുമില്ല. ജനവിരുദ്ധമായ ഈ സാമ്പത്തിക നയങ്ങൾക്കെതിരെയും കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ഇതായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പങ്കുവച്ച ആ ഒരു കുറിപ്പ്. അതായത് കൃത്യമായി കേന്ദ്രത്തിനിട്ട് കൊട്ടുകയും കേരളത്തിലെ BJPയുടെ മണ്ടയ്ക്കടിക്കുന്നതുമായിട്ടുള്ള ഒരു കുറിപ്പാണ് മുഖ്യമന്ത്രി പങ്കുവച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ CPMന്റെ പല സൈബർ ഗ്രൂപ്പുകളും ഉയർത്തിവിടുന്ന സംസ്ഥാന ബജറ്റിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പല കുറിപ്പുകളും പോസ്റ്റുകളും ഒക്കെ നിറയുന്നത്. സംസ്ഥാന ബജറ്റിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതുകൂടി നമുക്കൊന്ന് നോക്കണം. വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് സാധാരണക്കാരന് ഉപകാരപ്രദമാകുന്ന പല പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. KN ബാലഗോപാൽ 2 മണിക്കൂറും നിന്നങ്ങ് വായിക്കുകയായിരുന്നു എല്ലാ പ്രഖ്യാപനങ്ങളും. പക്ഷേ അതെല്ലാം പ്രഖ്യാപനങ്ങളായി ഒടുങ്ങാൻ മാത്രമാണ് സാധ്യതയുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റാണ്, ഒരു PR വർക്ക് പണിയാണ് ബജറ്റിലൂടെ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. കേന്ദ്ര ബജറ്റിനെ തട്ടി വെള്ളത്തിലിടുന്ന, അതായത് കേന്ദ്ര ബജറ്റിനെ കീറി എറിയുന്ന തരത്തിലാണ് സംസ്ഥാനത്തിൻ്റെ ബജറ്റ് പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനൊക്കെ എവിടെ നിന്ന് തുക വകയിരുത്തും? ഞാൻ മുൻപ് പറഞ്ഞല്ലോ, KN ബാലഗോപാൽ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എവിടെ നിന്ന് തുക വകയിരുത്തും? കടത്തിൽ നിന്നും കടക്കെണിയിലേക്ക് കഴുത്തറ്റം കടത്തിലാണ് കേരളം നിൽക്കുന്നത്. ഖജനാവ് കീറിപ്പറിഞ്ഞ് തുന്നിക്കെട്ടാൻ പോലും കഴിയാത്ത ഗതിയിൽ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ളപ്പോൾ എന്ത് കണ്ടിട്ടാണ് KN ബാലഗോപാൽ ഇങ്ങനെ ഒരു ബജറ്റ് പ്രഖ്യാപനം നടത്തിയത്, ബജറ്റ് വായിച്ചത് എന്നറിയില്ല. അതിൻ്റെ ഉത്തരമാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു PR പണിയാണ് നടന്നിരിക്കുന്നത്. അഥവാ 3ാം തവണ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു ലക്കാണ്. അതായത് ബജറ്റിലൂടെ കാണിച്ച ഒരു മാജിക് എന്ന് കരുതേണ്ടി വരും. അല്ല, അധികാരം കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ കയ്യിലേക്കാണ് അധികാരം പോകുന്നതെങ്കിൽ ഇതെല്ലാം കൂടെ ഞങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ട് തരും എന്ന് ഇപ്പോൾ തന്നെ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്സുകാർ. എന്തായാലും ബജറ്റിൻ്റെ പേരിലാണ് ഇപ്പോൾ കടിപിടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.